ഈ കുട്ടി മരിച്ചാൽ പോലും തനിക്ക് ഗുണം ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ അക്കൗണ്ട് ആ അക്കൗണ്ട് മിഥുന അക്കൗണ്ട് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി കളയും. അതുവരെ ഉപയോഗിച്ചിട്ട് സിം എല്ലാം മാറ്റുകയും ഫോൺ മാറ്റുകയും ആണ് ചെയ്തത്. ഈ കുട്ടിക്ക് പിന്നെ ഇത് കോണ്ടാക്ട് ചെയ്യാൻ വേറെ മാർഗം കിട്ടിയിട്ടേ ഇല്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ മാട്രിമണി, പിന്നെ അരികെ, ഇങ്ങനെ കുറെ, പിന്നെ ഡേറ്റിംഗ് ആപ്പുകൾ, ഇതിലൊക്കെ ഇയാൾ പ്രൈം അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അത് വാട്സാപ്പിൽ തന്നെ ഒട്ടനവധി കുട്ടികൾ വിളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ തിരിച്ചുകൊണ്ടുള്ള യാത്ര കുറെ പേര് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പലരും വർഷങ്ങളായി പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വനിതയാണെങ്കിൽ ഒരു 3 വർഷമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. കാണാനായിട്ട് ഇയാളുടെ SI ട്രെയിനിങ് പറഞ്ഞ് പോലീസ് അക്കാഡമിയിൽ തൃശ്ശൂർ വരെ പോയി. ഇയാളുടെ ഫോട്ടോ വെച്ച് അക്കാഡമിക്കകത്ത് ഫുള്ളും കിടന്നിറങ്ങി. കാണുന്ന ആളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഈ കുട്ടിയുടെ അടുത്തും മറ്റ് പെൺകുട്ടികളുടെ അടുത്തും പൈസ അയക്കാൻ പറയുക. ഇന്ന ആളുടെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നത് മറ്റ് പലരെയും അന്നേരം കാണുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുന്നത്. ഇതിനുവേണ്ടി അതീവ സമർത്ഥനാണ് ഈ പ്രതി. ഒരു 12 ദിവസത്തിൽ കൂടുതൽ ഒരു മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിക്കുകയില്ല. പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശിയായ ലക്ഷ്മി അശോക് എന്ന 24-കാരിയുടെ ആത്മഹത്യക്ക് പിന്നിൽ നെയ്യാറ്റിങ്കര സ്വദേശിയായ സോഷ്യൽ മീഡിയയിലൂടെ യുവതികളെ വശത്താക്കി പണം തട്ടുന്ന ശ്രീജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരനിലേക്ക് എത്തിയത് അതിസാഹസികമായി. ഒരുപക്ഷെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ, അല്ലെങ്കിൽ ആ ടീമിനെ വെല്ലുന്ന തരത്തിലുള്ള അവിശ്വസനീയമായ സംഭവങ്ങളായിരുന്നു ഒരു തുമ്പ് പോലും ഇല്ലാതിരുന്ന ഈ ശ്രീജിത്ത് എന്ന കാപാലികനിലേക്ക് കലഞ്ഞൂർ പോലീസ് എത്തിയത്. ഇനി ആ സംഭവത്തെക്കുറിച്ച് കലഞ്ഞൂർ CI പുഷ്പകുമാർ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം. സാർ, ശരിക്കും ഇതൊരു സ്വാഭാവികപരമായി എടുത്ത ഒരു കേസ് ഇങ്ങനെ വഴിത്തിരിവ് ഉണ്ടായത് എപ്പോഴാണ്? ഈ പ്രതിയിലേക്ക് എത്തിയ സാഹചര്യങ്ങൾ? നമ്മളെ ഈ 26 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ കേസ് അന്വേഷിക്കുന്നതിൽ വ്യത്യസ്തമായി നല്ല രീതിയിൽ തന്നെ സ്വാഭാവിക മരണത്തിന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് നമ്മൾ അന്വേഷിച്ചു. അപ്പൊ അന്വേഷണത്തിൽ ഈ കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ കൂട്ടുകാരികളുടെയും ബന്ധുക്കാരുടെയും സ്റ്റേറ്റ്മെന്റ് എല്ലാം നോക്കിയപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻ കഴിഞ്ഞ 3 മാസം ഇടയ്ക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ട് വഴി ഒരുപാട് ട്രാൻസാക്ഷനും, അതുപോലെ തന്നെ മിഥുൻ കൃഷ്ണ എന്ന് പറയുന്ന ഒരാളുമായിട്ട് പരിചയവും സൂയിസൈഡ് ലെറ്റർ ഉണ്ടായിരുന്നു. ആ സൂയിസൈഡ് ലെറ്റർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഈ കുട്ടി പൈസ കടം മേടിച്ചതായിട്ടും ഒരുപാട് പൈസ ഇതിന്റെ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടന്നതായിട്ട് രേഖകളോട് നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടന്ന അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെ എല്ലാം ഉടമസ്ഥരെ കണ്ടെത്തുകയും അവരുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പൈസ അയച്ചു കൊടുത്തു എന്ന് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു. അപ്പം പ്രധാനപ്പെട്ട ആലപ്പുഴ സ്വദേശികളായ 2 പേരുടെ അക്കൗണ്ടിലേക്കാണ് കൂടുതൽ പൈസയും ഈ കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞ 3 മാസത്തേക്ക് പോകാൻ കഴിഞ്ഞായിട്ട് നമുക്ക് മനസ്സിലായി. അവരെ കണ്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മിഥുൻ കൃഷ്ണ എന്ന് പറയുന്ന വ്യാജ അക്കൗണ്ട് യഥാർത്ഥത്തിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരം സ്വദേശിയുടെയാണെന്നും ഇൻസ്റ്റാഗ്രാം വഴി വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കുക, അക്കൗണ്ട് നല്ല പ്രൊഫൈൽ പിക്ചറും എല്ലാം നല്ല കാണാൻ സ്മാർട്ടായ ചെറുപ്പക്കാരുടെ പ്രൊഫൈൽ പിക്ചർ ഉപയോഗിച്ച് വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിച്ചിട്ട് വിവാഹ വാഗ്ദാനം നൽകി അവരെ കെട്ടിക്കൊള്ളാമെന്നും മറ്റും പറഞ്ഞ് അവരുടെ കയ്യിൽ സാമ്പത്തികമായി ഒരുപാട് പൈസ എടുക്കുന്നവര് ശീലമായിരുന്നു ഇയാൾക്കുള്ളത്. നമ്മുടെ അന്വേഷണത്തിൽ തന്നെ ഒരു 3-4 കുട്ടികളെ ഈ രീതിയിൽ തന്നെ ഇയാള് ചീറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. ആഡംബര പൂർണ്ണമായുള്ള ജീവിതമാണ്. ഹോം സ്റ്റേകളിലും പോയി താമസിക്കുക, ആ ഹോം സ്റ്റേയിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് കാണുന്ന ആളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഈ കുട്ടിയുടെ അടുത്തും മറ്റ് പെൺകുട്ടികളുടെ അടുത്തും പൈസ അയക്കാൻ പറയുക. ഇന്ന ആളുടെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നത് മറ്റ് പലരെയും അന്നേരം കാണുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുന്നത്. ഇതിനുവേണ്ടി അതീവ സമർത്ഥനാണ് ഈ പ്രതി. ഒരു 12 ദിവസത്തിൽ കൂടുതൽ ഒരു മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിക്കുകയില്ല, തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയില്ല. 12 ദിവസം അല്ലെ 13 ദിവസം അല്ലെ ഒരു 20 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇയാൾ മൊബൈൽ ഫോൺ മാറിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ വാങ്ങും. സിമ്മ് തന്നെ ഒരു 12ഓളം സിമ്മ് ഇയാളുടെ കസ്റ്റഡിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഈ കേസിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ സിമ്മ് മാറിയും ഒരു 3 മാസത്തിൽ അല്ലെങ്കിൽ 4 മാസത്തിൽ കൂടുതൽ പതിവായിട്ട് ഇയാൾ ബന്ധം സൂക്ഷിക്കുന്ന ശീലവും ഇല്ല. പെൺകുട്ടികളെ പരിചയപ്പെടുക, ഈ 3-4 മാസം കൊണ്ട് അപാരമായ വിശ്വാസ്യത അവർക്ക് ഉണ്ടാക്കിയെടുക്കുക, അവരെ നേരിട്ട് ഒരിക്കലും അവരെ കാണാൻ ഇദ്ദേഹം നിൽക്കുകയല്ല. അതായത് ഇതിന്റെ ഈ രൂപം അല്ല ഇൻസ്റ്റഗ്രാം ഐഡിയിലും എല്ലാം ഉള്ളത്. അതുകൊണ്ട് നേരിട്ട് കോണ്ടാക്ട് ഇല്ലാതെ തന്നെ എല്ലാം ഫോണിലൂടെ വാട്സപ്പിലൂടെയും മറ്റ് ആപ്പ് വഴി ഉള്ള കോൺവെർസേഷൻ മാത്രമേ, ചാറ്റിംഗ് മാത്രമേ ഉള്ളൂ.
ഇതിലൂടെയാണ് അവരെ വിശ്വാസം സംഘടിപ്പിച്ച് ഈ പൈസ ഇത്രയും തിരിച്ച് ഇയാളെ അക്കൗണ്ടിലേക്ക് മേടിക്കുന്നത്. ഇത് ഒരുപാട് കുട്ടികളിൽ നടന്നതായിട്ട് നമുക്ക് സംശയമുണ്ട്. ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം നമ്മൾ എടുത്ത് അന്വേഷിക്കുകയാണ്. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, നല്ലൊരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി കാണുന്ന എല്ലാ പ്രൊഫൈലുകളും ഒറിജിനൽ ആവണമെന്ന് നിർബന്ധമില്ല. ഈ ആള് തന്നെ 2-3 രീതിയിലാണ് നമ്മുടെ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് ആളെ ചിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഒന്ന്, വ്യാജ പ്രൊഫൈൽ വഴി ID ഉണ്ടാക്കി അതുവഴി നല്ല ഫോട്ടോസ് എല്ലാം അതിനകത്ത് ഇയാളുടേതാവുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് അതുവഴി മറ്റ് പെൺകുട്ടികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഒന്ന്, പിന്നെ പല ഡേറ്റിംഗ് ആപ്പുണ്ട് ഇതിനകത്ത്, നമ്മുടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ആപ്പ്, ഒരുപാട് ആപ്പ് ഇയാൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനത്തുള്ള ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ടിൻഡർ ആപ്സും ഏസിലും അങ്ങനെയൊക്കെ ഒരുപാട് 2-3 ആപ്പ് അവരുടെ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. ഇതിനകത്തെല്ലാം ഫോട്ടോ മാറി അക്കൗണ്ട് എടുക്കുക, ക്രിയേറ്റ് ചെയ്യുക, പെൺകുട്ടികളെ ആയിട്ട് ബന്ധം സ്ഥാപിക്കുക, അതിനുശേഷം അവരുമായിട്ട് മെസ്സേജിങ് തുടങ്ങുക. കല്യാണം കഴിച്ചോളാം, ഞാൻ ഒരു പോലീസ് ട്രെയിനിയാണ്, SI ട്രെയിനിയാണ്, KP കെപ്പയിലാണ് ജോലി ചെയ്യുന്നത് എന്നും മറ്റും അവരുടെ അടുത്ത് പറഞ്ഞ്, ട്രെയിനിങ് സമയമായതുകൊണ്ട് വെളിയിലിറങ്ങാൻ എനിക്ക് നിവൃത്തിയില്ലെന്നും അതുകൊണ്ട് സാമ്പത്തികത്തിന്റെ ആവശ്യമുണ്ടെന്നും എല്ലാം പറഞ്ഞാണ് ഈ പല ആൾക്കാരെയും പല പെൺകുട്ടികളെയും കളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പൈസ പോയതിന്റെ സാമ്പത്തിക ഒരു വിഷമത്തിലും അമ്മയുടെ ഉൾപ്പെടെ, സ്വന്തം അമ്മയുടെ മാല ഉൾപ്പെടെയാണ് ഈ കുട്ടി പണയം വെച്ച് അത് കഴിഞ്ഞ ശേഷം എടുത്ത് വിറ്റു എന്നിട്ടാണ് ഇവന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ വിശ്വാസം ഉറപ്പായിട്ടും ഇവൻ ആ കുട്ടിയെ കല്യാണം കഴിക്കുമെന്നും അതിനുശേഷം നല്ലൊരു ജീവിതം കിട്ടുമെന്നാണ് ഈ കുട്ടി പ്രതീക്ഷിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവനുമായിട്ട് നിരന്തരം സംസാരിക്കുകയും അവന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവസാനം മാക്സിമം ആ കുട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ പൈസയും ഈടാക്കിയതിന് ശേഷം ഈ കുട്ടി മരിച്ചാൽ പോലും തനിക്ക് ഗുണം ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ അക്കൗണ്ട് ആ അക്കൗണ്ട് വിതിരുന്ന അക്കൗണ്ട് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി കളയും. അതുവരെ ഉപയോഗിച്ച് സിം എല്ലാം മാറ്റുകയും ഫോൺ മാറ്റുകയും ആണ് ചെയ്തത്. ഈ കുട്ടിക്ക് പിന്നെ ഇത് കോണ്ടാക്ട് ചെയ്യാൻ വേറെ മാർഗം കിട്ടിയിട്ടേ ഇല്ല. അപ്പൊ ഇതുപോലെ ഈ കുട്ടി അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സംസാരിച്ചിട്ട് അവൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് ആത്മഹത്യ ചെയ്യുന്ന അറിവുണ്ടായിട്ട് കൂടി അവൻ ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യും. അതിന്റെ പൈസ തിരിച്ചു കൊടുക്കാനോ അതിനെ മറ്റു കാര്യങ്ങൾക്കോ നിൽക്കാതെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇത് വിശദമായി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഈ സംഭവം നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഇതേ രീതിയിൽ പുതുതായിട്ട് ചീറ്റിംഗ് പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യാൻ നേരത്തെ ഒരു മൊബൈൽ ഫോണിൽ കടയിൽ നിന്ന് ഒരു പരിചയം ഈ പ്രതിക്കുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റ് എയർടെലിന്റെ ഷോറൂമിൽ നിന്ന് ഒരു അനുഭവം ഉണ്ട്. അപ്പൊ ഇതെല്ലാം അഗ്രഗണ്യനാണ്. ഈ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരാളാണ് ഈ പ്രതി. ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ ദുരുപയോഗമാണ് നമ്മൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയാം. ഇത് എല്ലാവർക്കും ഉറപ്പായിട്ടും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾ ഓട്ടം വിളിച്ച ശേഷം കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ എമൗണ്ട് 1000-2000 രൂപയ്ക്ക് എങ്ങാണ്ട് ഓട്ടോ ഓടിക്കും. അപ്പോൾ ഓടിയ ക്യാഷ് അയാൾക്ക് കൊടുക്കാനായിട്ട് കയ്യിൽ ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്യിക്കാം, അപ്പം ചേട്ടന് എൻ്റെ ചിലവിനും പൈസ ഇല്ല, അതിനോട് ചേർത്ത് ക്യാഷ് ചെയ്യാം, ബാക്കി പൈസ എനിക്ക് ATM വഴി എടുത്തെന്നായിരുന്നു. അപ്പോൾ അയാളുടെ ക്യാഷ് കിട്ടണമെന്ന് വിചാരിച്ചാൽ അയാൾ എടുത്തു കൊടുത്തപ്പോൾ ഇതൊരു പരിചയമായി. അപ്പോൾ അയാളെ പല ഓട്ടത്തിൽ വിളിച്ചപ്പോൾ അയാൾക്കും ലാഭം. അപ്പോൾ ഈ കൂടുതൽ ക്യാഷ് കാരണം ഏതൊരു അക്കൗണ്ടിൽ നിന്ന് ഇയാൾക്ക് ഗൂഗിൾ പേ വഴി ക്യാഷ് കിട്ടുന്നു, ഇയാളെ ക്യാഷ് എടുത്തിട്ട് കൊടുക്കുന്നു. അപ്പോൾ അയാളുടെ ഓട്ടോ പൈസ എടുത്തിട്ട് ബാക്കി കൊടുക്കുന്നു. അപ്പോൾ വരുന്നത് 20,000-50,000 രൂപയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതേ രീതി തന്നെ ഇയാൾ പലയിടത്തും പ്രയോഗിച്ചുകൊണ്ടിരുന്നു. പല ഡ്രൈവർമാരും പല ഹോം സ്റ്റേകളിലും ക്യാമറ ഉള്ളവരടുത്ത് ഇയാൾ കയറില്ല. ഞങ്ങളിങ്ങനെ ഒരിടത്തു നിന്ന് അടുത്തടത്തേക്ക് പോയി. അപ്പോൾ ഇയാളുടെ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചാൽ ഇയാളുടെ കയ്യിൽ ഒരു ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പർ ഇതിനകത്തുള്ള ഫോൺ നമ്പറല്ല, വേറെ ഫോൺ നമ്പറാണ്. അപ്പോൾ ഈ കിട്ടുന്ന നമ്പറെല്ലാം ഞങ്ങൾ സൈബർ സെല്ലിൽ കൊടുക്കുന്നുണ്ട്. സൈബർ സെല്ലിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഫോൺ കുറച്ചൊരു ആക്റ്റീവാകും, പിന്നെ ഓഫാണ്. ചില നമ്പറുകൾ കുറേ നാളായി ഓഫായിട്ട്. അപ്പോൾ ഒന്നിലധികം സിം ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ കയ്യിൽ 2-3 ഫോണൊക്കെ ഉള്ളതായിട്ട് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ചിലയിടത്ത് പോയി മൊബൈലിടെ കയറുന്നു, മൊബൈലിടെ കയറുന്നില്ല, മുമ്പിൽ വണ്ടി ഇടുമ്പോഴത്തെ ആൾ ഇറങ്ങി വരുന്നു, മൊബൈൽ കൊടുക്കുന്നു. പക്ഷേ ഇയാൾ ഒരു ക്യാമറ ഉള്ള കടകളിൽ, മൊബൈൽ കടകളിലാവട്ടെ, ഹോട്ടലുകളിലാവട്ടെ, റൂം എടുക്കുന്നതാവട്ടെ, ക്യാമറ ഉള്ളവർക്ക് കയറില്ല. ഇല്ല, സമർത്ഥമായ അതായത് ഇയാളെ പിടിക്കപ്പെടില്ല എന്ന് ഇയാൾക്ക് തന്നെ ബോധ്യമുണ്ട്. ആ രീതിയിലാണ് സമർത്ഥമായിട്ട്. കാരണം വെച്ചാൽ ഈ കൂടെ പോകുന്നവർക്ക് കൊടുക്കുന്ന ഫോൺ നമ്പറുകൾ വേറെ നമ്പറുകൾ, നമ്മുടെ ഉള്ള നമ്പറുകളല്ല, വേറെ നമ്പറുകൾ. ആ നമ്പറിൽ അവരും വിളിച്ചാൽ കിട്ടില്ല, അയാളുടെ ആവശ്യത്തിനാണ് ഇവർ വിളിക്കുന്നത്. അതായത് ഈ സിമ്മുകൾ ഇയാളുടെ ഉപയോഗിച്ച് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇയാളുടെ രീതി.
ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു ഇയാളിലേക്ക് എത്താനായിട്ട് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഏറ്റവും ഒടുവിൽ എത്താൻ പറഞ്ഞാൽ അത് പോയ രീതി എന്ന് പറഞ്ഞാൽ ഇയാള് എല്ലാം പലരിൽ നിന്നും മറച്ചു പിടിച്ചെങ്കിലും ഇയാളുടെ ഒരു രൂപ നമുക്ക് ഓർമ്മ ഈ പലരും പറയുന്നത് വളരെ 150 വയസ്സുള്ള തടിയുള്ള പക്ഷെ ഞങ്ങളുടെ ഉള്ള ഇത് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ SA ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ പറഞ്ഞ് വിശ്വസിച്ചിരുന്നത്. അങ്ങനെയാണ് അവരുടെ സുഹൃത്ത് വഴി ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഈ നമുക്ക് ഇവരിൽ നിന്ന് കിട്ടിയ ഐഡിയ അനുസരിച്ച് 150 കിലോയുള്ള വലിയ തടിയുള്ള ചെറുപ്പക്കാരൻ, അധികം പ്രായം ഇല്ല, അതേപോലെ സ്റ്റെയർ ഒക്കെ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടാണ്, കയറാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ ഈ ആധാറിൻ്റെ ഇത് നോക്കിയപ്പോഴും നെയ്യാറ്റിങ്കൽ സ്വദേശിയായ ഒരാളുടെ മനസ്സിലായി. അപ്പോൾ നെയ്യാറ്റിങ്കൽ ഞങ്ങൾ SA സാറിൻ്റെ ഒരു സുഹൃത്തിനെ വിട്ട് വീട്ടിൽ അറിഞ്ഞാൽ ചിലപ്പോൾ ഇയാളെ ഇവർ അറിയിച്ചാലും വിചാരിച്ച് അവരറിയാതെയാണ് നമ്മൾ അന്വേഷിച്ചത്. അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇതേപോലെ ഇയാൾ ഇങ്ങനെ ഒരാളുണ്ട്, പക്ഷെ അയാൾ കുറച്ച് വർഷങ്ങളായി വീടുകാരായിട്ട് വലിയ ബന്ധമില്ല, ഇങ്ങനെ വലിയ തടിയുള്ള ആളാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഇയാളാണെന്ന് ഏകദേശം ഉറപ്പിച്ചു. സാമ്പത്തിക തീരുമാനങ്ങൾ നടത്തി അവിടെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. എല്ലാ ബാങ്കിലും കയറുന്നു, ഒരു ബാങ്കിലും ഇയാൾക്ക് അക്കൗണ്ട് ഇല്ല. ഇയാൾ ഒരു ഗൂഗിൾ പേ ഒരു അക്കൗണ്ട് വഴി ഇയാൾക്ക് ഈ ഡ്രൈവർക്ക് ഒരു 2500 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് ആ സമയത്ത് ഈ സ്ത്രീകളെ ആരെയും ഇയാൾക്ക് കിട്ടിയില്ല ക്യാഷ് അയച്ചു കൊടുക്കാൻ. അപ്പോൾ ഇയാൾ കുറേ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സിം ഇയാൾക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഏതോ 2-3 കക്ഷികളെ വളച്ചു വെച്ചേക്കുന്ന സിമ്മാണ്. അപ്പോൾ ഓഫ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ശല്യം കാരണം കോൾ ഡ്രോപ്പ് ആവാതിരിക്കാൻ ഇയാൾക്ക് 2500 രൂപ കണ്ട് ഇയാൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ഈ ഗൂഗിൾ പേയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് UPI ഉണ്ടായിരുന്നു. അതിൽ ശ്രീജിത്ത് OK ICC എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടയത്തെ ICC ബാങ്കിൽ പോയി. ICC ബാങ്കിൽ ഇപ്പോൾ അവിടെ ഇയാൾക്ക് അക്കൗണ്ട് ഇല്ല. ആകെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോകുന്ന രണ്ട് ഷീറ്റ് പേപ്പറും ഈ പറയുന്ന ഗൂഗിൾ പേയുടെ ലിങ്കും കൊണ്ട് മാത്രം പോകുന്നത്. ഇത്രയും കറങ്ങി ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു. അപ്പം തന്നെ കിടക്കുന്നതൊക്കെ രാത്രി 2 മണി 3 മണി സമയത്തേക്ക്, പിന്നെ രാവിലെ ഇറങ്ങുക. കാരണം വെച്ചാൽ അടുത്തുനിന്ന് ഇടയ്ക്ക് തോന്നും, ഇടയ്ക്ക് കൈവിട്ടു പോകും. ആ രീതിയിൽ പൊക്കൊണ്ടിരുന്നു. ലാസ്റ്റ് ഈ ബാങ്കുകൾ ഇങ്ങനെ തിരക്കി പോയപ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ ഗൂഗിൾ പേ കിട്ടിയ ആളുടെ അക്കൗണ്ടിൽ പോയി നോക്കാൻ ചോദിച്ചു. അങ്ങനെ ഇപ്പോൾ ഇസാഫ് ബാങ്കിൻ്റെ ആണ്. ആ ബാങ്കിൽ പോയി നമ്മൾ അവിടെ പോയി അവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ ഇതിൽ നിന്ന് റഫറൻസ് നമ്പറൊക്കെ വെച്ച് പറഞ്ഞു, സാറേ ഇത് IDB ബാങ്കാണ് എന്ന് പറഞ്ഞു. പല ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്, OTP വരാൻ ഒരു നമ്പർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർ ഞങ്ങൾക്ക് ധാരണ ഉണ്ടായിരുന്നു. അത് കറക്റ്റായിരുന്നു. ആ നമ്പർ സെബസിൽ കൊടുത്തിരുന്നു. അപ്പോൾ കോട്ടയത്തെ മെയിൻ ടവറാണ് കാണിച്ചിരുന്നത്, കോടതിക്ക് അടുത്തുള്ള മെയിൻ ടവർ കാണിച്ചിരുന്നു. ആ ടവർ എന്ന് പറഞ്ഞാൽ നമുക്ക് CTP ലൊക്കേഷൻ കാണിച്ചത്. അപ്പോൾ ഒരു 2-3 കിലോമീറ്റർ റേഡിയസിലേ ഉള്ളൂ. കറക്റ്റ് ലൊക്കേഷൻ ഇയാളുടെ കോളോ മെസ്സേജോ എല്ലാം വരണം. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇല്ല, സിം ഓണാന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നമുക്ക് ഏകദേശം ആ ഏരിയയിൽ ഒന്നും തന്നെ, പക്ഷേ ആ ഏരിയയിൽ തന്നെ 5-10 ലക്ഷം പേരുണ്ട്. അതിനകത്ത് എങ്ങനെ കണ്ടുപിടിക്കും? പിന്നെയും ടാസ്ക്കായി. ഞാൻ ഈ ഫോട്ടോ കാണിച്ചപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അനിയൻ്റെ കടയിൽ നിൽക്കൊണ്ടെന്ന് പറഞ്ഞു. അത് ശരി. അപ്പോൾ അവർക്ക് ഇത് ബിരിയാണി കടയും ഉണ്ട്, സ്റ്റേഷനറിയും ഉണ്ട്. അപ്പോൾ എനിക്ക് ശമ്പളം വേണ്ട, എനിക്ക് ഫുഡ് തന്നാൽ മതി പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നതാണ്. മനസ്സിലായി? ആ രീതിയിൽ നിൽക്കുന്നത്. ശരിയൊക്കെ റൂമും കൊടുത്തിട്ടുണ്ട്. പുള്ളി ശരിക്കും അവിടെ താമസിക്കുക എത്ര കൊടുക്കാം. അത് പുള്ളിക്ക് ഇടയ്ക്കൊരു ഷട്ടർ വേട്ടയ്ക്ക് ഇറങ്ങും. ഇവിടെ ഇരുന്ന് ഈ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ മാട്രിമണി, പിന്നെ അരികെ, ഇങ്ങനെ കുറെ, പിന്നെ ഡേറ്റിംഗ് ആപ്പുകൾ, ഇതിലൊക്കെ ഇയാൾ പ്രൈം അക്കൗണ്ട് എടുത്തിടും. എന്നിട്ട് ആൾക്കാരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരുമായിട്ട് സൗഹൃദം നടത്തിയ ശേഷം എന്നാലും ഞാൻ കടയിൽ കയറി ഇയാളോട് ഓരോരോ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതെടുത്തുക ഇയാളെ കുറച്ചു നേരം ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടി പേസ്റ്റ്, സോപ്പ്, അത് ഇത് സൂപ്പർ ഗ്ലൂ, അങ്ങനെ ഇതെല്ലാം കുറേയൊക്കെ എടുപ്പിച്ച ശേഷം 1-2 സാധനം എനിക്ക് ഇത് വേണ്ട അത് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാളെ എനിക്ക് നടക്കാൻ വയ്യ, തടി കൊണ്ട് ഇയാളൊന്ന് എടുത്തു പോകും. അപ്പോൾ ഞാൻ കടക്കകത്ത് കയറി. എൻ്റെ ഉദ്ദേശം കടക്കകത്ത് കയറണമെന്നായിരുന്നു. അപ്പോൾ ഒരു വിഷയ സീനും മൊത്തം അപ്പുറത്തെ കടകളുണ്ട്. കടക്കകത്ത് കയറി എൻ്റെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു. അപ്പോൾ പോക്കറ്റ് വെച്ചേക്കാണ്. അപ്പോൾ ഇപ്പം പുതിയ വിലങ്ങാണ്ട് ക്ലിപ്പായിട്ട് ഇടാനും. അപ്പം ബാക്ക് പോക്കറ്റ് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇയാൾ തിരിഞ്ഞ് സാധനം എടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് തന്നെ ഞാൻ ക്ലിപ്പം കിട്ടും. പിന്നെ വിളിച്ച് കൊണ്ടുവരുന്നു. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴത്തേക്ക് പുതിയ അക്കൗണ്ടിൽ ഈ കുട്ടി കൊടുത്ത മിഥുൻ എന്ന് പറഞ്ഞൊരു SA ട്രെയിനിയുടെ പേരും വെച്ചിട്ടുണ്ട്. ഏതൊരു പാവം പിടിച്ച് പോയത് അതേ ഉടനെ വെച്ചത്. ഇയാളുടെ ഫോൺ പിടിച്ചപ്പോൾ അതിനകത്ത് വേറെ ഏതൊരു പേരിൽ ആർമി ഓഫീസർ വേറെ സുന്ദരനായി പോയി. പിന്നെ അതിനകത്ത് ഈ ഡേറ്റിംഗ് ആപ്പിൽ വേറെ ഫോട്ടോ, ഓരോ ആപ്പിലും ഓരോ ഫോട്ടോയാണ്. അത് വാട്സാപ്പിൽ തന്നെ ഒട്ടനവധി കുട്ടികൾ വിളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ തിരിച്ചുകൊണ്ടുള്ള യാത്ര കുറെ പേര് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പലരും വർഷങ്ങളായി പറ്റിക്കപ്പെട്ടവരുണ്ട്. ഒരു വനിതയാണെങ്കിൽ ഒരു 3 വർഷമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. കാണാനായിട്ട് ഇയാളുടെ SA ട്രെയിനിങ് പറഞ്ഞ പോലീസ് അക്കാഡമിയിൽ തൃശ്ശൂർ വരെ പോയി. ഇയാളുടെ ഫോട്ടോ വെച്ച് അക്കാഡമിക്കകത്ത് ഫുള്ളും കിടന്നിറങ്ങി. ഒരു QR കോഡിൽ തുടങ്ങിയ ഒരു അന്വേഷണം ഒരു തുമ്പും തുരുമ്പും ഇല്ലാതിരുന്നത് ഒടുവിൽ ഈ കൂടൽ പോലീസ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിയ കഥയാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനും ആ സർക്കിളും നമ്മളോട് പറഞ്ഞത്. ഇതിലൊരു കാര്യം വാസ്തവമാണ്. ചില വ്യാജ പ്രൊഫൈലിന്റെ പിറകെ പോകുന്ന പെൺകുട്ടികൾക്കുള്ള
ഒരു മറുപടിയാണ് ഒരുപക്ഷെ ഈ ലക്ഷ്മി എന്ന ഈ 24-കാരിയുടെ മരണം അല്ലെങ്കിൽ ആത്മഹത്യ. ഇതുവരെ കാണാത്തൊരു ചെറുപ്പക്കാരൻ മറ്റൊരാളുടെ ഫോട്ടോയിലൂടെ ആ കുട്ടിയെ ചതിച്ച് കാശുണ്ടാക്കി ഒടുവിൽ അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടവൻ. എന്തായാലും അവനിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്, ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഈ സംഭവത്തിന്റെ കൂടുതൽ തെളിവുകൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം.